ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ 2 തമിഴ് സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. 100 കോടിയിലേറെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പിന്നിട്ട് ഏറ്റവും പുതിയ തമിഴ് സിനിമയാണല്ലോ സൂര്യ നായകനെത്തിയ ബിഗ് ബഡ്ജറ്റ് സിനിമ കങ്കുവ. ചിത്രത്തിന്റെ പതിവ് പോലെയുള്ള ഇന്നത്തെ ഞായറാഴ്ച കേരള ട്രാക്കിങ്ങും വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കളക്ഷൻ റിപ്പോർട്ട് കണക്കുകളും പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രത്തിന് ഇന്നേ ദിവസം കേരളത്തിൽ 41,000 രൂപയ്ക്ക് മുകളിൽ കേരള ട്രാക്കിംഗ് ഗ്രോസ് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഫൈനൽ കേരള ഗ്രോസ് ആയിരങ്ങളിൽ ഒതുങ്ങിപ്പോയ ശ്രമിക്കുന്നു. 1,00,000 മുകളിൽ കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ കങ്കുവ കേരളത്തിൽ ഫൈനൽ റൺ ഇന്നത്തോടെ അവസാനിപ്പിച്ചു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. നാളെ മുതൽ ശ്രമിക്ക് വേൾഡ് വൈഡ് കളക്ഷനിൽ പോലും ലക്ഷങ്ങളായിരിക്കും കളക്ഷൻ എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ചിത്രത്തിന് ഇന്നലെ ശനിയാഴ്ച വരെയുള്ള വേൾഡ് വൈഡ് ഗ്രോസ് 101 കോടി രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ഇന്നത്തോടെ 103 കോടിയിലേക്ക് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കൃത്യം 11 ദിവസങ്ങൾ കൊണ്ടെത്തപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കങ്കുവ തിയേറ്ററുകളിലെ വൻ ഡിസാസ്റ്ററായി മാറിയ തമിഴ് സിനിമയാണ്. കങ്കുവ ബോക്സ് ഓഫീസിലും അഭിപ്രായത്തിന്റെ കാര്യത്തിലും വൻ നിരാശ സമ്മാനിച്ചപ്പോൾ തമിഴ് സിനിമ ഇൻഡസ്ട്രിക്ക് അഭിമാന സിനിമയായിട്ട് മാറിയത് ശിവകാർത്തികേയന്റെ അമരൻ എന്ന സിനിമയാണല്ലോ. ഇന്ന് സിനിമയുടെ 25ാം ദിവസമാണ് തിയേറ്ററുകളിൽ. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വരുമ്പോൾ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 312 കോടി രൂപയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നത്തോടെ 25ാം ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനോടെ അത് 315 കോടി കടക്കുമെന്നും ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ സിനിമയുടെ ഗ്രോസ് 150 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു എന്നതാണ് സിനിമയുടെ മറ്റൊരു നേട്ടമായിട്ട് പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. 325 കോടി കളക്ഷനിലേക്ക് സിനിമ അവസാനമായിട്ട് എത്തപ്പെടുമോ എന്നാണ് ഇനി നാം ഉറ്റുനോക്കുന്നത്. കാത്തിരിക്കൂ അമരന്റെ ഫൈനൽ വരെയുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്.